പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇതുപോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ പ്രൊഫൈൽ പിക്ചർ വെക്കാനായിട്ട് അടിപൊളിയായിട്ട് ഇതുപോലത്തെ ഫോട്ടോകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോയും അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ലോഗോയും ഫേസ്ബുക്കിൻ്റെ ലോഗോയൊക്കെ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോസ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് 3 പ്രോക്സി വേണം. 3നും ഓരോ സെപ്പറേറ്റ് പ്രോക്സികൾ വേണം. ഞാനത് ഇവിടെ വീഡിയോയിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ഈ സൈഡിൽ പിൻ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോക്സി ഉപയോഗിച്ച് നിങ്ങൾക്കത് കോപ്പി ചെയ്തുകൊണ്ട് പോയിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കൂട്ടിക്കും. അത് ഞാൻ ജസ്റ്റ് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കറക്റ്റായിട്ട് ഇതിനകത്ത് 3 പ്രോക്സികളാണ് കൊടുത്തിരിക്കുന്നത്. ആ 3 പ്രോക്സിയിൽ ഒരു പ്രോക്സി ഞാൻ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെന്ന് കൂട്ടിക്കും. ഞാനിപ്പോൾ ഓൾറെഡി ആ ഒരു പ്രോക്സി നിങ്ങളെ എടുത്ത് കാണിക്കാം. ഇതിപ്പോൾ വാട്സപ്പിൻ്റെയാണ്. ഞാൻ ഈ ഗ്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പും അതുപോലെ തന്നെ ഈ ബ്ലൂവിൽ കൊടുത്തിരിക്കുന്നത് ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാഗ്രാമുമാണ് കേട്ടോ. ഇപ്പോൾ പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങളിതുപോലെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഗൂഗിളിലോ പോവുക. ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷനാണ് എടുക്കുന്നത്. താഴെ ക്യാമറയുടെ ഓപ്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോയെ ഇതുപോലെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആദ്യം നമുക്ക് ഇൻസ്റ്റാടെ നോക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കാണെങ്കിൽ ഫേസ്ബുക്കിന് നോക്കാം. ഞാനിവിടെ ഫേസ്ബുക്കാണ്. ഓക്കെ, ഫേസ്ബുക്ക് എടുക്കാം. അതിനുശേഷം ഒറിജിനൽ ലാംഗ്വേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കിട്ടും. ഇത് താഴെ നിങ്ങൾക്ക് സെലക്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കോപ്പി ചെയ്യാം. ഈ കോപ്പി ചെയ്യുന്നതിനകത്ത് ഇതിവിടെ എൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളതിനകത്ത് ആ പേര് മാത്രം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ പേര് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഇതിനായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളെല്ലാവരുടെയും ഫോണിൽ ഇൻക്ലൂഡായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ജെമിനി ആപ്ലിക്കേഷനാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ഇതിനായിട്ട് സെലക്ട് ചെയ്യാം. ഞാനിവിടെ നിന്നും എൻ്റെ ഒരു ഫോട്ടോ ഇതിനായിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം താഴെ നമുക്ക് ഈ പ്രോക്സി നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാനിവിടെ ഉണ്ട്. ഈ ഏരിയയിൽ നിങ്ങൾക്ക് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരിലോട്ട് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ സെൻഡ് കൊടുക്കുക. ഒരു കുറച്ച് സമയത്തിനകം നിങ്ങൾക്ക് നമ്മൾ ഏത് പ്രോക്സിയാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു പ്രൊഫൈൽ നമുക്കിവിടെ ക്രിയേറ്റ് ആയി കിട്ടും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടും ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് സേവ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ ഇത് ഷെയർ ചെയ്യാനായിട്ടും അതുപോലെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ വെക്കാനായിട്ട് സാധിക്കും. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇത് ക്രിയേറ്റ് ആയിട്ട് വരും. ഇതുകൊണ്ടോ എൻടെക് എന്ന് പറയുന്ന എൻ്റെ ചാനലിൻ്റെ പേരടക്കം ഇതുപോലെ വന്നിട്ടുണ്ട്. നമ്മൾ ഏത് പേരാണോ കൊടുക്കുന്നത് ആ പേര് നമുക്കിവിടെ നമ്മൾ ഈ ചാനലിൻ്റെ നെയിമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഫോട്ടോയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് കോപ്പി 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സേവ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളിയല്ലേ? എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ സെയിം ആണ്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആണെങ്കിലും നിങ്ങൾ അതുപോലെ പോവുക. ജസ്റ്റ് ഇവിടുന്ന് ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ എടുക്കുക, ക്യാമറ എടുക്കുക. ക്യാമറയിൽ നിന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്കാണ് വേണ്ടെങ്കിൽ ഫേസ്ബുക്ക് എടുക്കുക. നമ്മളിപ്പോൾ ഫേസ്ബുക്കാണ് എടുത്തത്. ഈ ഇൻസ്റ്റാഗ്രാം വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കാം. ഫേസ്ബുക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് കോപ്പി ചെയ്തിട്ട് ഈ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.